വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളെ അത്യാവശ്യം റോസ്റ്റ് ചെയ്തു. ലാലേട്ടൻ ദേഷ്യത്തിൽ തന്നെയാണ് വന്നത്. ഇതുവരെ അനുമോൾ ഇത് പ്രതീക്ഷിച്ച് നിന്നതുകൊണ്ടാവണം അനുമോൾ കല്ല് പോലെ നിന്നു. ലാലേട്ടൻ എന്ത് പറഞ്ഞിട്ടും അനുമോൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നു. സത്യം പറയട്ടെ, ബിഗ് ബോസിന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. സിബിൻ്റെ കാര്യമായാലും കഴിഞ്ഞ സീസണിൽ പല കാര്യങ്ങളിലും പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട്, ബി കള്ളത്തരം കാണിക്കുന്നുണ്ട്. അവരവരുടെ റെപ്യൂട്ടേഷനും റീച്ചിനും വേണ്ടി പലതും പറയും. അത് കാരണം ഈ കാര്യത്തിൽ അനുമോളെ വിശ്വസിക്കാനും ഒന്നും പറ്റില്ല. നമുക്കും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. പക്ഷെ ലാലേട്ടൻ കണ്ട സീൻസിലൊന്നും അവർ ഉമ്മ വയ്ക്കുന്നില്ല. അപ്പോൾ ലാലേട്ടൻ അനുമോളെ ചീത്ത പറഞ്ഞു. അനുമോൾ അത് കഴിഞ്ഞിട്ട് അനുമോളെ ശരത്തും അക്ബറൊക്കെ പറയുന്നുണ്ട്, ഇനിയെങ്കിലും നിൻ്റെ സ്ക്രിപ്റ്റ് പൊളിഞ്ഞു, ഇനിയെങ്കിലും നീ സത്യസന്ധമായി കളിക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അനുമോൾ നല്ല ഗെയിമറാണ്. ഓരോ കണ്ടൻറ്റും അനുമോളുടെ ഇതിലാണ് പോകുന്നത്. ഓരോ വീക്കിലും അനുമോളെ ചീത്ത കേൾക്കുന്നുണ്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുന്ന ആൾക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടാവും. അതിപ്പോഴും ബിഗ് ബോസിലുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ അത്യാവശ്യം വഴക്ക് കേട്ടെങ്കിലും ജാസ്മിൻ തേർഡ് എത്തി. അപ്പോൾ അനുമോൾക്ക് എന്തൊക്കെ പറഞ്ഞാലും പുറത്ത് നല്ല സപ്പോർട്ടാണ്.